വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം 5th സെമസ്റ്റർ ഫാർമകോഗ്നസി ആൻഡ് ഫൈറ്റോകെമിസ്ട്രി എന്ന സബ്ജക്റ്റിൽ മെറ്റബോളിക് പാത്വേസ് ഇൻ ഹയർ പ്ലാന്റ്സ് ആൻഡ് ദിയർ ഡിറ്റർമിനേഷൻ എന്ന യൂണിറ്റിലെ ഇൻട്രൊഡക്ഷൻ പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ബയോസിന്തസിസ്? ബയോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ മോളിക്യൂൾസിനെ, അതായത് സ്മോൾ സബ് യൂണിറ്റ്സിനെ അസംബിൾ ചെയ്ത് ലാർജർ കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്ന ബയോളജിക്കൽ പ്രോസസ്സിനെയാണ് ബയോസിന്തസിസ് എന്ന് പറയുക. ഈ ഒരു പ്രോസസ്സ് എൻസൈം മീഡിയേറ്റഡ് ആണ്. അതായത് പ്ലാന്റ് എൻസൈംസ് ആണ് ഈ ഒരു കെമിക്കൽ റിയാക്ഷൻസിനെ ഗൈഡ് ചെയ്യുന്നതും ആക്സിലറേറ്റ് ചെയ്യുന്നതും ഒരു ഹൈലി സ്പെസിഫിക് മാനറിലാണ് ചെയ്യുന്നത്. ഈ എൻറ്റയർ സെറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ലീഡിംഗ് ടു സിന്തസിസ് ഓഫ് ദീസ് കോമ്പൗണ്ട്സ് ഈസ് റെഫേർഡ് ടു ആസ് മെറ്റബോളിക് പാത്വേ. മെറ്റബോളിക് പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ഒരു കോമ്പൗണ്ട്സിനെ സിന്തസൈസ് ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻസിൻ്റെ എൻറ്റയർ സെറ്റിനെ പറയുന്നതാണ് മെറ്റബോളിക് പാത്വേ. വേരിയസ് മെറ്റബോളിക് പാത്വേസ് വഴി പ്ലാന്റ് സിന്തസൈസ് ചെയ്യുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിനെയാണ് മെറ്റബോളൈറ്റ്സ് എന്ന് പറയുക. ഈ മെറ്റബോളൈറ്റ്സ് പ്ലാന്റിൻ്റെ സർവൈവലിലും ഡിഫെൻസ് മെക്കാനിസത്തിലും റീപ്രൊഡക്ഷനിലും എൻവയോൺമെൻറ്റിലോട്ടുള്ള അഡാപ്റ്റേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ അതിനുണ്ട്, മെറ്റബോളൈറ്റ്സിനുണ്ട്. അപ്പോൾ എന്താണ് ബയോസിന്തസിസ്, മെറ്റബോളിക് പാത്വേ എന്താണ്, മെറ്റബോളൈറ്റ്സ് എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി രണ്ട് ടൈപ്പ് മെറ്റബോളൈറ്റ്സ് ആണുള്ളത്. പ്രൈമറി മെറ്റബോളൈറ്റ്സും ഉണ്ട്, സെക്കൻഡറി മെറ്റബോളൈറ്റ്സും ഉണ്ട്. പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി മെറ്റബോളിക് പാത്വേസ് വഴിയാണ് പ്രൈമറി മെറ്റബോളൈറ്റ്സിനെ സിന്തസൈസ് ചെയ്യുന്നത്. ഇവർ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് എസെൻഷ്യലാണ്, ഡെവലപ്മെൻറ്റിന് എസെൻഷ്യലാണ്, പ്ലാന്റിൻ്റെ നോർമൽ ഫങ്ഷനിങ്ങിന് എസെൻഷ്യലാണ്. അപ്പോൾ പ്ലാന്റിൻ്റെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും നോർമൽ ഫങ്ഷനിങ്ങിനും എസെൻഷ്യൽ ആയിട്ടുള്ള പ്രൈമറി മെറ്റബോളിക് പാത്വേസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന മോളിക്യൂൾസ് ആണ് എന്ത്? പ്രൈമറി മെറ്റബോളൈറ്റ്സ്. ഇത് ജനറലി തെറാപ്യൂട്ടിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. അതായത് ഡയറക്റ്റ്ലി ഇത് മെഡിസിൻസ് ആയിട്ട് യൂസ് ചെയ്യില്ല, പക്ഷേ സർവൈവലിൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് ഇത് ഫോം ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ് ആണ് കാർബോഹൈഡ്രേറ്റ്, അതിന് എക്സാമ്പിളാണ് ഗ്ലൂക്കോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഓരോന്നിൻ്റെയും എക്സാമ്പിൾസും അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നും കൊടുത്തിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ്, ഹോർമോൺസ്. കാർബോഹൈഡ്രേറ്റ്സിന് എക്സാമ്പിളാണ് ഗ്ലൂക്കോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജീൻ്റെ സോഴ്സ് ആണ്. പിന്നെ പ്രോട്ടീൻസ് ഉണ്ട്, അതിന് എക്സാമ്പിളാണ് എൻസൈംസ്, അത് സെൽ ഫങ്ഷനൊക്കെ കാറ്റലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലിപ്പിഡ്സ് ഉണ്ട്, അതിന് എക്സാമ്പിളാണ് ഫാറ്റ്സ്, ഓയിൽസ്, ഫോസ്ഫോലിപ്പിഡ്സ്. എനർജി സ്റ്റോറേജ് ആണ് മെയിൻ ലിപ്പിഡിൻ്റെ ഫങ്ഷൻ. ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ട്, DNA, RNA, അത് ജനറ്റിക് മെറ്റീരിയൽ ആണ്, പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഹോർമോൺസ് ഉണ്ട്, എക്സാമ്പിളാണ് ഓക്സിൻ, സൈറ്റോകൈനിൻസ്, ഗിബർലിൻ, അത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രൈമറി മെറ്റബോളൈറ്റ്സിലുള്ളത്. അടുത്തത് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബേസിക് സർവൈവലിന്, പ്ലാന്റിൻ്റെ ബേസിക് സർവൈവലിന് എസെൻഷ്യൽ അല്ല, പക്ഷെ അതിന് കുറച്ച് അഡാപ്റ്റീവ് അഡ്വാൻറ്റേജസ് ആ പ്ലാന്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിന്തസൈസ് ചെയ്യുന്നത് സെക്കൻഡറി മെറ്റബോളിക് പാത്വേസ് വഴിയാണ്. ഇത് ഫാർമക്കോളജിക്കലി ആക്റ്റീവ് ആണ്, വൈഡ്ലി മെഡിസിൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് ആൽക്കലോയിഡ്സ്, ഗ്ലൈക്കോസൈഡ്സ്, ടെർപീനോയിഡ്സ്, ഫീനോളിക്സ്. ആൽക്കലോയിഡ്സിന് എക്സാമ്പിളാണ് മോർഫിൻ, ക്വിനൈൻ, വിൻക്രിസ്റ്റിൻ. അനാൽജീസിയയിൽ യൂസ് ചെയ്യുന്നുണ്ട്, മലേറിയൻ്റെ ട്രീറ്റ്മെൻറ്റിലും ആൻറ്റി ക്യാൻസർ തെറാപ്പിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഗ്ലൈക്കോസൈഡ്സ് ഉണ്ട്, അതിൻ്റെ എക്സാമ്പിളാണ് ഡിജോക്സിനും സെന്നോസൈഡ്സും, അത് കാർഡിയോ ടോണിക് ആണ്, ലാക്സേറ്റീവ് ആണ്. അടുത്ത ടെർപീനോയിഡ്സ് ആണ്. ടെർപീനോയിഡ്സിന് എക്സാമ്പിളാണ് ആർട്ടിമിസിനും, ടാക്സോള്, മെന്തോള്. ആൻറ്റി മലേറിയൽ ആണ്, ആൻറ്റി ക്യാൻസർ ആണ്, ഫ്ലേവറിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. അടുത്ത ഫീനോളിക്സ് ആണ്, അതിൻ്റെ എക്സാമ്പിളാണ് ഫ്ലെവനോയിഡ്സ്, ടാനിൻസ്, ലിഗ്നിന്. ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി മൈക്രോബിയൽ ആണ്. ഇതൊക്കെയാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൽ വരുന്നത്. അപ്പോൾ പ്രൈമറി മെറ്റബോളൈറ്റ്സും സെക്കൻഡറി മെറ്റബോളൈറ്റ്സും നോക്കി. റാഷണാലി ബിഹൈൻഡ് ദ ഡിവിഷൻ. പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ ബേസിക് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ആണ്. അതായത് എനർജിയും സ്ട്രക്ചറും റീപ്രൊഡക്ഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്ലാന്റിൻ്റെ ബേസിക് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ആണ്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണെങ്കിലോ പ്ലാന്റിന് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഡിഫെൻസ്, സർവൈവൽ ടൂൾ കിറ്റ് ആണ്. അതായത് ഹെർബിവോറസിന് അഗെയിൻസ്റ്റ് ഡിഫെൻസ് പ്രൊവൈഡ് ചെയ്യും, പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ, പിന്നെ ഇൻഫെക്ഷൻസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ളൊക്കെ പവർ കൊടുക്കുന്നത് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്.
അടുത്തത് മെറ്റബോളിക് പാത്വേസ് ഇൻ ഹയർ പ്ലാന്റ്സ്. എന്താണ് മെറ്റബോളിക് പാത്വേസ്? നമ്മൾ ഓൾറെഡി നോക്കി. കോമ്പൗണ്ട്സിനൊക്കെ സിന്തസൈസ് ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് ബയോകെമിക്കൽ റിയാക്ഷൻസിനെയാണ് നമ്മൾ മെറ്റബോളിക് പാത്വേസ് എന്ന് പറയുക. അതായത് ഇതൊരു സീരീസ് ഓഫ് ബയോകെമിക്കൽ റിയാക്ഷൻസ് ആണ്. അതൊരു ഓർഡർലി ആൻഡ് റെഗുലേറ്റഡ് മാനറിൽ ഒരു ഓർഗാനിസത്തിൽ നടക്കുന്നുണ്ട്. ഓരോ സ്റ്റെപ്പും, അതായത് ഒരു കോമ്പൗണ്ടിൽ നിന്ന് വേറൊരു കോമ്പൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓരോ സ്റ്റെപ്പിലും ചെയ്യുന്നത്, ആ ഓരോ സ്റ്റെപ്പിനും കാറ്റലൈസ് ചെയ്യാനായിട്ട് ഒരു സ്പെസിഫിക് എൻസൈം ഉണ്ടായിരിക്കും. ഇനി പ്രൈമറി മെറ്റബോളിക് പാത്വേസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്ട്ലി പ്ലാൻ മെറ്റാബോളിസത്തിനും ഗ്രോത്തിലും ഫിസിയോളജിക്കൽ പ്രോസസ്സിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഫിസിയോളജിക്കൽ പ്രോസസ്സ് എന്ന് പറഞ്ഞ എക്സാമ്പിളാണ് ഫോട്ടോസിന്തസിസ്. അതുപോലെ പ്രോട്ടീൻ സിന്തസിസ്, ഫാറ്റി ആസിഡ് സിന്തസിസ്, ന്യൂക്ലിക് ആസിഡ് സിന്തസിസിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് പ്രൈമറി മെറ്റബോളിക് പാത്വേസിൻ്റെ ഫങ്ഷൻസ്. അടുത്ത സെക്കൻഡറി മെറ്റബോളിക് പാത്വേസ് ആണ്. സെക്കൻഡറി മെറ്റബോളിക് പാത്വേസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി മെറ്റബോളൈറ്റ്സിന് ബ്രാഞ്ച് ഓഫ് ചെയ്യുന്ന, അത് പ്രൈമറി മെറ്റബോളൈറ്റ്സിന് ഫോം ചെയ്യുന്ന പാത്വേ ആണ്. അത് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പാത്വേസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് ഫ്രം പ്രൈമറി മെറ്റബോളൈറ്റ്സ് ടു പ്രൊഡ്യൂസ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ഇത് ഗ്രോത്തിന് എസെൻഷ്യൽ അല്ല. നമ്മൾ നേരത്തെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു. ഗ്രോത്തിന് എസെൻഷ്യൽ അല്ല, പക്ഷേ കുറച്ച് അഡാപ്റ്റീവ് അഡ്വാൻറ്റേജസ് പ്ലാന്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സച്ച് ആസ് ഡിഫെൻസ്, അട്രാക്ഷൻ ഓഫ് പൊളിനേറ്റേഴ്സ്, സ്ട്രെസ് റെസിസ്റ്റൻസ് ഒക്കെയാണ്. ഇനി സെക്കൻഡറി മെറ്റബോളൈറ്റ് ബയോസിന്തസിസിലുള്ള കുറച്ച് മേജർ പാത്വേസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഷിക്കിമിക് ആസിഡ് പാത്വേ ഉണ്ട്. ഷിക്കിമിക് ആസിഡ് പാത്വേ പറഞ്ഞാൽ മെയിനായിട്ട് ആൽക്കലോയിഡ്സ്, ഫീനോളിക്സ്, ആരോമാറ്റിക് അമിനോ ആസിഡ്സിൻ്റെ ഒക്കെ പ്രൊഡക്ഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. മെവലോണിക് ആസിഡ് പാത്വേ ഉണ്ട്. അത് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ടെർപ്പീനോയിഡ്സ്, സ്റ്റീറോയിഡ്സ്, കരോട്ടിനോയിഡ്സ് ഒക്കെയാണ്. അസറ്റേറ്റ് പാത്വേ ഉണ്ട്. അത് ഫ്ലെവനോയിഡ്സ്, ടാനിൻസ്, അത് ഫീനോളിക് കോമ്പൗണ്ട്സിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ 3 പാത്വേ ആണ് മെയിൻ ആയിട്ടുള്ള സെക്കൻഡറി മെറ്റബോളിക് ബയോസിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്ന മേജർ പാത്വേസ്. ഷിക്കിമിക് ആസിഡ് പാത്വേ, മെവലോണിക് ആസിഡ് പാത്വേ, അസറ്റേറ്റ് പാത്വേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു പോർഷനിൽ ഇൻട്രൊഡക്ഷനിൽ നോക്കാനുള്ളത്. അതായത് മെറ്റബോളിക് പാത്വേസ് ഇൻ ഹയർ പ്ലാന്റ്സ് ആൻഡ് ദിയർ ഡിറ്റർമിനേഷൻ, എന്താണ് ബയോസിന്തസിസ്, മെറ്റബോളിക് പാത്വേ എന്താണ്, മെറ്റബോളൈറ്റ്സ് എന്താണ്, മെറ്റബോളൈറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, പ്രൈമറി മെറ്റബോളൈറ്റ്സ്, സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്, പിന്നെ അത് രണ്ടിൻ്റെ ഒരു ബേസിക് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ മെയിനായിട്ട് പറഞ്ഞത് പ്രൈമറി മെറ്റബോളിക് പാത്വേസിൻ്റെ ഫംഗ്ഷനും സെക്കൻഡറി മെറ്റബോളിക് പാത്വേസിൻ്റെ ഫംഗ്ഷനുമാണ്. അതിൽ മേജറായിട്ടുള്ള ഇൻവോൾവ് ചെയ്തിട്ടുള്ള പാത്വേസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ക്ലാസ് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് എന്താണ് മെറ്റബോളൈറ്റ്സ് എന്നുള്ളതൊക്കെ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റബോളൈറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി മെറ്റബോളൈറ്റ്സും സെക്കൻഡറി മെറ്റബോളൈറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഷിക്കിമിക് ആസിഡ് പാത്വേ, അസറ്റേറ്റ് പാത്വേ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.